IPL 18-ാം അംഗത്തിൽ വിജയവഴി തേടി സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്വന്തം മണ്ണിൽ ഇറങ്ങുകയാണ്. ഇത്തവണ എതിരാളികൾ ഈ IPL-ലെ ഏറ്റവും ഗ്ലാമർ സംഘമായ പഞ്ചാബ് കിങ്സ്. ഇനിയും തോൽവി ഏറ്റുവാങ്ങിയാൽ പ്ലേ ഓഫ് സ്വപ്നത്തിന് തിരിച്ചടിയാകുമെന്നതിനാൽ ഹൈദരാബാദിന് ഇന്ന് ജയിച്ചേ തീരൂ. ബാറ്റിംഗ് റെക്കോർഡുകൾ ഒന്നൊന്നായി തകർക്കുമെന്ന് ഉറപ്പിച്ചാണ് ഹൈദരാബാദ് സീസണിന് തുടക്കമിട്ടത്. ആദ്യ മത്സരത്തിൽ രാജസ്ഥാനെതിരെ 286 റൺസ് അടിച്ച ഹൈദരാബാദിന് പക്ഷേ പിന്നീട് ഒരിക്കലും ജയത്തിലെത്താനായില്ല. ആദ്യ മത്സരത്തിലൊഴികെ ഒരിക്കൽ പോലും 200 റൺസ് കടമ്പ പോലും കടക്കാനായില്ല സൺറൈസേഴ്സിന്റെ പെരുമക്കേട്ട ബാറ്റിംഗ് നിരയ്ക്ക്. 5 മത്സരങ്ങളിൽ 152 റൺസ് എടുത്ത ഹെൻറിച്ച് ക്ലാസൻ മാത്രമാണ് 150 റൺസ് പിന്നിട്ട ഒരേയൊരു ബാറ്റർ. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, അനികേത് വർമ്മ പവർ ഹിറ്റർമാരുണ്ട്. പക്ഷേ സ്കോർ ഉയർത്താനാകുന്നില്ല ഹൈദരാബാദിന്. ഒരു മത്സരത്തിലെ ജയം നൽകുന്ന ആത്മവിശ്വാസം മതിയാകും ഹൈദരാബാദിന് തിരിച്ചു വരാൻ. ജയം വേണമെങ്കിൽ ബാറ്റർമാർ കളം നിറഞ്ഞേ മതിയാകും. 4 മത്സരങ്ങളിൽ 3-ലും ജയിച്ചാണ് ശ്രേയസ് അയ്യരും സംഘവും 5-ാം റൗണ്ട് പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ബാറ്റിംഗിലും ബൗളിംഗിലും ആശങ്കയില്ല പഞ്ചാബിന്. വെടിക്കെട്ട് ഓപ്പണർ പ്രിയാൻ ഷാരിയുടെ സെഞ്ചുറിയാണ് കഴിഞ്ഞ മത്സരത്തിൽ ടീമിന് കരുത്തായത്. 42 പന്തിൽ 103 റൺസ് അടിച്ച പ്രിയാൻഷ് അതിവേഗം IPL-ൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരവുമായി. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും പൃഥ്വിസിംറൻ, മാർക്കസ് സ്റ്റോയിനിസ്, നെഹാൽ വധേര, ഗ്ലെൻ മാക്സ്വെൽ, ശശാങ്ക് സിംഗ്, മാർക്കോ യാൻസൺ വാലറ്റം വരെ നീളുന്ന ബാറ്റിംഗ് നിരയിൽ ടീമിന് ആശങ്കയേതുമില്ല. കഴിഞ്ഞ മത്സരത്തിൽ 5 മുൻനിര ബാറ്റർമാർ 2 അക്കം കാണാതെ പുറത്തായിട്ടും ടീം 219 റൺസ് അടിച്ചു. ഇനി നേർക്കുനേർ പോരിന്റെ കണക്ക് നോക്കാം. നേർക്കുനേർ പോരിൽ ഹൈദരാബാദിനാണ് മുൻതൂക്കം. നമുക്ക് കാണാം, പരസ്പരം മത്സരിച്ച 23 മത്സരങ്ങളിൽ 16-ലും ജയിച്ചത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. പഞ്ചാബിന് ജയിക്കാനായത് വെറും 7 മത്സരങ്ങളിൽ മാത്രം. സമീപകാല പ്രകടനവും ഹൈദരാബാദിന് അനുകൂലമാണ്. കഴിഞ്ഞ 2 സീസണിലായി മത്സരിച്ച 3 കളിയിലും പഞ്ചാബിന് ഹൈദരാബാദിനെ തോൽപ്പിക്കാനായില്ല. 3-ലും ജയം സൺറൈസേഴ്സ് ഹൈദരാബാദിന് തന്നെ. ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഗുജറാത്തിന് ലക്നൗ സൂപ്പർ ജയൻസ് ആണ് എതിരാളികൾ. സീസണിൽ അപ്രതീക്ഷിത മുന്നേറ്റം നടത്തുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ആവേശപ്പോരിൽ ആദ്യ മത്സരത്തിൽ പഞ്ചാബിനോട് തോറ്റെങ്കിലും പിന്നീട് ഒരിക്കലും എതിരാളികൾക്ക് തൊടാനായിട്ടില്ല ഗുജറാത്തിനെ. തുടർ ജയങ്ങളുമായെത്തുന്ന ലക്നൗ സൂപ്പർ ജയൻസ് ആകട്ടെ ഗുജറാത്തിനെ തടയാമെന്ന പ്രതീക്ഷയിലാണ്. തുടരെ 4 മത്സരങ്ങളിൽ ജയിച്ച് 8 പോയിന്റുമായി 1-ാം സ്ഥാനം അരക്കിട്ടുറപ്പിച്ചിരിക്കുന്നു ഗുജറാത്ത്. പഞ്ചാബിനെതിരെ ആദ്യ മത്സരത്തിൽ 243 റൺസ് ചേസ് ചെയ്ത് 232 റൺസ് അടിച്ച് വരവറിയിച്ച ഗുജറാത്ത് പിന്നീട് മുംബൈ ഇന്ത്യൻസ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, സൺറൈസേഴ്സ് ഹൈദരാബാദ്, രാജസ്ഥാൻ റോയൽസ് എന്നീ ടീമുകളെ തകർത്താണ് ലക്നൌവിനെതിരെ ഇറങ്ങുന്നത്. എല്ലാ മത്സരത്തിലും കണ്ടത് ഗുജറാത്തിന്റെ ആധികാരിക വിജയം. മുംബൈക്കെതിരെ 36 റൺസിനും RCBക്കെതിരെ 8 വിക്കറ്റിനും ഹൈദരാബാദിനെതിരെ 7 വിക്കറ്റിനും രാജസ്ഥാനെതിരെ 58 റൺസിനുമായിരുന്നു ഗുജറാത്തിന്റെ ജയം. ലക്നൗ സൂപ്പർ ജയൻസും ഈ IPL-ൽ തുടരുന്നത് മിന്നും പ്രകടനം. ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ മോശം പ്രകടനം ആശങ്കയെങ്കിലും മാച്ച് വിന്നർമാരുടെ കൂട്ടം ടീമിലുണ്ട്. തുടരെ 2 ജയങ്ങളുമായാണ് ലക്നൗ ഗുജറാത്തിനെ സ്വന്തം മണ്ണിലേക്ക് ക്ഷണിക്കുന്നത്. ഗുജറാത്തിന്റെയും ലക്നൌവിന്റെയും ബാറ്റർമാരുടെ പ്രകടനം തന്നെയാകും മത്സരത്തിൽ നിർണായകം. ഈ IPL-ലെ ഏറ്റവും വിനാശകാരിയായ ബാറ്റർമാരായ നിക്കോളാസ് പുരാന്റെയും മിച്ചൽ മാർഷിന്റെയും മിന്നും പ്രകടനമാണ് ലക്നൌവിന്റെ കരുത്ത്. 5 മത്സരങ്ങളിൽ നിക്കോളാസ് പുരാൻ 288-ഉം മിച്ചൽ മാർഷ് 265 റൺസാണ് ഇതുവരെ നേടിയത്. എയ്ഡൻ മർക്രാമും ഫോമിലേക്ക് എത്തിയതോടെ ടീമിന് ഇരട്ടിക്കരുത്ത്. ഓറഞ്ച് ക്യാപ്പ് പോരാട്ടത്തിൽ ഗുജറാത്തിനുമുണ്ട് പോരാളികൾ. 273 റൺസ് എടുത്ത സായ് സുദർശനും 202 റൺസ് എടുത്ത ജോസ് ബട്ട്ലറും ശുഭ്മാൻ ഗില്ലും ഷർഫൈൻ റുദർഫോർഡുമെല്ലാം നിർണായക ഘട്ടത്തിൽ ടീമിന് കരുത്താവുകയും ചെയ്യും. ഇനി നേർക്കുനേർ പോരിന്റെ കണക്ക് നോക്കാം. നേർക്കുനേർ പോരാട്ടത്തിൽ ഗുജറാത്തിന് തന്നെയാണ് മേൽക്കൈ. ആകെ മത്സരിച്ച 5-ൽ 4 തവണയും ജയിച്ചത് ഗുജറാത്ത് ടൈറ്റൻസ്. ലക്നൗ ജയിച്ചതാകട്ടെ കഴിഞ്ഞ സീസണിലെ ഒരേ ഒരു മത്സരത്തിൽ മാത്രം.